ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഫ്രീ ഫയറിൽ കുറേ ഡയമണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിൻസോ ഗോളിൽ നിന്ന് എല്ലാവരും ഡയമണ്ടൊക്കെ ഫ്രീ ഫയറിലോട്ട് ഫ്രീ ആയിട്ടൊക്കെ ടോപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഫ്രീ ഫയർ നിങ്ങൾക്ക് വിൻസോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമുക്ക് ഗെയിംസ് കളിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ആ ക്യാഷ് നമുക്ക് ഫ്രീ ഫയറിലോട്ട് ഡയമണ്ട് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് ടോപ്പ് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ പേടിഎമ്മിലോട്ടൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിൻസോ ഗോൾഡ്. അപ്പോൾ ഈ വിൻസോ ഗോൾഡിന് ഒരു ഗെയിമിൻ്റെ ഒരു കിടിലം വിന്നിംഗ് ട്രിക്കാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ വിന്നിംഗ് ട്രിക്ക് യൂസ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 100-ൽ 70% വിന്നാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോഴത്തേനാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളി വെച്ച് കഴിഞ്ഞാൽ ആ ക്യാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ഫയർ ഡയമണ്ടൊക്കെ ടോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, ഡയറക്റ്റ് നമുക്ക് ട്രിക്കിലേക്ക് പോയേക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എല്ലാവരും ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഏറ്റവും പുതിയ ഏണിംഗ് ലൂട്ടുകളും നിങ്ങൾക്ക് വേഗം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അല്ല ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ബസ് ഇവിടെ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ ഇട്ട് അങ്ങനെയാണെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് വീഡിയോട്ട് പോയേക്കാം. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. വീഡിയോ നമ്മളാണ് ഇതിൻ്റെ ട്രിക്ക് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണുക അറിയാത്തവരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്ന ക്നൈഫ് അപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ ഒരു കിടിലം വിന്നിംഗ് ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറേ വിന്നിംഗ് ട്രിക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ട്രിക്കോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള വേറൊരു ട്രിക്കും കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്നൈഫ് അപ്പം എന്ന് പറഞ്ഞ ഗെയിം ഇപ്പം ഞാൻ പ്രത്യേകിച്ച് കളിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ കത്തി ഇങ്ങനെ തടിയിലോട്ട് വിട്ട് കളി ജയിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആദ്യം ഒന്ന് കളിച്ച് പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് ട്രിക്കിലേക്ക് തന്നെ പോകാം. അപ്പോൾ ട്രിക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ്റെയും കാര്യത്തിൻ്റെ ഒരു ഹെൽപ്പും വേണം. നമ്മുടെ മൊബൈലിൽ തന്നെ ഉള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ട്രിക്ക് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സെറ്റിംഗ്സ് ഞാൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ സെർച്ച് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ ജസ്റ്റ് നോക്കിയാൽ മതി. സെറ്റിംഗ്സ് ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും നിങ്ങളുടെ എല്ലാവരുടെ സെറ്റിംഗ്സിലേക്ക്. നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നാമത് തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ആ മാഗ്നിഫിക്കേഷൻ്റെ സംഭവം അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഞാനപ്പോൾ അത് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാൻ അതുകൊണ്ടുള്ള ഉപകാരം എന്താ എന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ അത് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഇനി നമ്മൾ നേരെ വിൻസോ ഗോൾഡ് ഗെയിമിലേക്ക് ചെല്ലുക. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മൾ എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. ഈ മാഗ്നിഫിക്കേഷൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനാണ് സൂം ആക്കാൻ പറ്റുന്നതാണ്. സൂം ആക്കാൻ സാധിക്കും ഈ മാഗ്നിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ. സൂം ആക്കാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിനെ ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്താൽ മതി സൂം ആകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നിഫിക്കേഷൻ അങ്ങനെയാണ് വർക്ക്. എൻ്റെ റെഡ്മി മൊബൈലാണ്. എൻ്റെ മൊബൈലിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് മാഗ്നിഫിക്കേഷൻ വർക്ക് ആകുന്നത്. നിങ്ങളുടെ മൊബൈൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നിഫിക്കേഷൻ്റെ ഓപ്ഷൻ അവിടെ തന്നെ കാണിക്കും. ഇവിടെ അടിയിലായിട്ടും അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എന്നിട്ട് നൈഫ് അപ്പ് എന്ന് പറഞ്ഞ ഗെയിം എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് ജസ്റ്റ് ട്രിക്ക് യൂസ് ചെയ്ത് ഗെയിം പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്ലേനോ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാനായിട്ട് പോവാണ്. ഞാനിപ്പോൾ സൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാണാനായിട്ട് സാധിക്കും ഗൈസ്. ഇപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിൽ ഏകദേശം നിങ്ങളൊന്ന് സൂം ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു ഏകദേശം ഈ രീതിയിൽ. ഓക്കെ, ഈ രീതിയിലൊന്ന് സൂം ചെയ്ത് വെച്ചാൽ മതി, ഒരു ഈ പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്നിട്ട് ട്രിക്ക് നിങ്ങൾക്ക് എന്താ ട്രിക്കെന്ന് ഗെയിം പ്ലേ ചെയ്യുമ്പോൾ അപ്പം മനസ്സിലാവും. ഇങ്ങനെ സൂം ചെയ്ത് കളിച്ചാൽ ഉള്ള ഉപകാരം എന്താണെന്നുള്ളത്. ജസ്റ്റ് എന്തായാലും ഒന്ന് ഗെയിം സ്റ്റാർട്ട് ആകട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഗെയിം എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ കൃത്യം ഈ പൊസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമല്ലോ. ഈ പൊസിഷനിൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഈ പൊസിഷനിൽ വെക്കുക. ഓക്കെ, അത് കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി കൊടുക്കുക, കുറച്ചുകൂടെ സൂം ആക്കിയിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കത്തി വിടുക. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സിമ്പിളായിട്ട് തന്നെ കത്തി നമുക്ക് തടിയിൽ കൊള്ളിപ്പിക്കാൻ പറ്റും. ഒരു തടിയുടെ മേളിൽ കൊണ്ടുകൊണ്ട് പോകത്തില്ല. നിങ്ങൾക്കിപ്പോൾ കിടിലൻ ട്രിക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ലൈവായിട്ടാണ് ഞാൻ കളിച്ച് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ സ്ക്രീൻ റെക്കോർഡും ഇപ്പോൾ വർത്താനം പറഞ്ഞെല്ലാം കളിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് മിസ്റ്റൊക്കെ വരും. പക്ഷേ നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് കളിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ കളി ജയിക്കാവുന്നതായിരിക്കും. ഏകദേശം ഒരു ഈ പൊസിഷനിൽ വെക്കും. ഓക്കെ ഗൈസ്, ഈ പൊസിഷൻ ഞാൻ ആദ്യം വെച്ച പൊസിഷനല്ല, ഈ പൊസിഷൻ നിങ്ങൾ കറക്റ്റ് സൂം ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ പൊസിഷൻ നിങ്ങൾ മാഗ്നിഫിക്കേഷൻ വെച്ചതിന് ശേഷം കത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കൊള്ളിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ,
അത് നിങ്ങൾക്ക് കളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്ന വർത്താനം പറയുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പാട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിടത്ത് സിമ്പിളായിട്ട് ഇരുന്ന് കളിക്കുമ്പോൾ സിമ്പിളായിട്ട് ഞാൻ വിന്നാകാവുന്നതായിരിക്കും. ചാനൽ നമുക്ക് കൃത്യം ഒരു ഉന്നം കൃത്യം ഒരു സൂമിങ് പൊസിഷൻ കിട്ടത്തില്ല. ഓക്കെ, ഈ പൊസിഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കത്തി കൊള്ളിപ്പിക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, സിമ്പിളായിട്ട് തന്നെ. കാരണം നിങ്ങൾക്ക് കളിക്കുമ്പോൾ തന്നെ അത് മനസ്സിലായ നേരത്തെ കളിയിൽ എന്ത് സിമ്പിളാണെന്നുള്ളത് ഇപ്പോൾ കത്തി കൊള്ളിപ്പിക്കാനായിട്ട്. ഗൈസ്, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിന്നിങ് ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. അപ്പം മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഗെയിം പ്ലേ ചെയ്യുക, വിന്നാകുക. ആ കാശ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ഫയർ ടോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാഷായിട്ട് വേണേൽ പേടിഎമ്മിലോട്ട് എല്ലാം വിഡ്രോ അടിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, കിഡിലൻ ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. മാഗ്നിഫിക്കേഷൻ നിങ്ങളുടെ സെറ്റിങ്ങിൽ ചെന്ന് ഓൺ ആക്കുക. എന്നിട്ട് അത് മാഗ്നിഫിക്കേഷൻ ഓൺ ആക്കുന്നത് നമ്മുടെ സ്ക്രീനാണെങ്കിൽ സൂം ചെയ്യാനായിട്ടാണ്. സൂം ചെയ്യുക, ഇതുപോലെ ഗെയിം പ്ലേ ചെയ്യുക, വിന്നാകുക. ഗായ്സ്, പിന്നെ ഞാനാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് എടുത്തുകൊണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ചെറുതൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീണ്ടും കത്തിയുടെ മണ്ടേ കൊള്ളുന്നത്. നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് കളിക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ഒന്ന് മാറ്റാനായിട്ട് പോവാണ് ഗായ്സ്. അപ്പോൾ ഇങ്ങനെയാണ് വിന്നിങ് ട്രിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഗെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വിന്നാൻ ചാൻസ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും വർക്ക് ആവില്ല. ഇത് നന്നായിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ട്രിക്ക് യൂസ് ചെയ്ത് ഗെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വിന്നാകത്തുള്ളൂ. അല്ലാത്തവർ വെറുതെ ഇങ്ങനെ ട്രിക്കൊക്കെ ഇതുപോലുള്ള ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഗെയിം പ്ലേ ചെയ്തതിന് ഉറപ്പാണ് നിങ്ങൾ സാധാ എടുക്കുന്നത്ര സ്കോർ എടുക്കാൻ പറ്റില്ല. അതിനുശേഷം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ട്രിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഗെയിം പ്ലേ ഈ ട്രിക്കിൽ കൂടെ ഗെയിം പ്ലേ ചെയ്യുക. എങ്കിൽ മാത്രമേ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ ട്രിക്കിന് ഓരോരുത്തർക്കൊരു ഇതുണ്ട്, അത് നന്നായിട്ട് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ചില ട്രിക്കൊന്നും എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല ചില ട്രിക്കൊന്നും എല്ലാവരുടെ മൊബൈലും വർക്കാവൂല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഇനിയും പിന്നെ ഇത് എങ്ങനെ നമുക്ക് ഡയമണ്ടായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ വിൻസോ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിന്ന് ഫ്രീ ഫയർ ഡയമണ്ടിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ഫയർ ഡയമണ്ട് ആയിട്ട് ടോപ്പ് ചെയ്യാമെന്നായിരിക്കും. പിന്നെ ക്യാഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാലറ്റ് എടുക്കുക. അതിനുശേഷം വിഡ്രോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പേടിഎം ഇപ്പോൾ UP ബാങ്ക് അവൈലബിൾ അല്ല, പേടിഎമ്മിലോട്ട് വിഡ്രോ അടിച്ച് എടുക്കാവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. പിന്നെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതെല്ലാം പോയി യൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത് നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ.